നമസ്കാരം. ലോക റെക്കോർഡുകൾ വാങ്ങിയ കൊച്ചുമിടുക്കനെ ആദരിച്ച് തിരുവാങ്കുളം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 6ാമത് ദേശവിളക്കിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കിയ ചോറ്റാനിക്കര സ്വദേശി 5 വയസ്സുകാരൻ മാസ്റ്റർ രുദ്രപ്രയാഗിനെ ആദരിച്ചത്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വിവിധ മേഖലകളിൽ നിന്നുള്ള 68 ജനറൽ നോളജ് ചോദ്യങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ഉത്തരം പറഞ്ഞും 1 വർഷം മുമ്പ് പീരിയോഡിക് ടേബിളിലെ 100 എലമെന്റ്സ് ഓർത്ത് പറഞ്ഞും രുദ്രപ്രയാഗ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. എന്നാൽ രുദ്രപ്രയാഗിൻ്റെ കഴിവിനെ അഭിനന്ദിക്കാനോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ ആരും തയ്യാറായില്ല. ഈ വിഷമങ്ങൾ ഉള്ളിലൊതുക്കിയ രുദ്രപ്രയാഗിൻ്റെ മുത്തശ്ശി 2 വർഷങ്ങൾക്ക് ശേഷം മറുനാടിനെ വിളിച്ച് ഈ സങ്കടം പറഞ്ഞു. തുടർന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെ കഴിവിനെപ്പറ്റി മറുനാടൻ വാർത്ത ചെയ്യുന്നത്. വാർത്ത വളരെ വേഗം തന്നെ വൈറലായി. ഇതോടെയാണ് അഭിനന്ദനവുമായി നിരവധി പേർ രംഗത്തെത്തുന്നത്. അടുത്തതായി നമ്മുടെ സമീപ പ്രദേശമായ ചോറ്റാനിക്കരയിൽ വളർന്നു വരുന്ന ഒരു കൊച്ചുമിടുക്കിനെ നമ്മൾ ആദരമർപ്പിക്കുകയാണ്. മാസ്റ്റർ രുദ്രപ്രയാഗ് ചോറ്റാനിക്കര സ്വദേശി ശ്രീ സുരേന്ദ്രന്റെയും ശ്രീമതി ബെറ്റ്സി സുരേന്ദ്രന്റെയും മകൻ കേവലം 4 വയസ്സ് മാത്രമുള്ള മാസ്റ്റർ രുദ്രപ്രയാഗ് 2022 ജൂൺ 7 നടന്ന റാപ്പിഡ് ആക്ഷൻ ക്വിസ് മത്സരത്തിൽ 68 വ്യത്യസ്തമായ പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് 1 മിനിറ്റിൽ മറുപടി നൽകി അംഗീകാരം നേടി. തുടർന്ന് 5 വർഷവും 10 മാസവും പ്രായമുള്ള രുദ്രപ്രയാഗ് പീരിയോഡിക് ടേബിളിലെ 100 മൂലകങ്ങളുടെ പേര് മനഃപ്പാഠമാക്കി 2023 സെപ്റ്റംബർ 13 ഇന്ററാക്റ്റഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ സൂപ്പർ ടാലന്റ് കിഡ് എന്ന പദവി കരസ്ഥമാക്കുകയും ചെയ്തു. കൂടാതെ ദശലക്ഷത്തിൽ ഒരാൾ എന്ന പദവിയും ലഭിച്ചു. ഈ കൊച്ചുമിടുക്കന് തിരുവാങ്കുളം അയ്യപ്പ സേവാ സംഘത്തിന്റെ ആദരവ് ഇവിടെ സമർപ്പിക്കുന്നു. ഈ കൊച്ചുമിടുക്കന് മാസ്റ്റർ രുദ്രപ്രയാഗിനെ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും കൈയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദരവ് അർപ്പിക്കുന്നതിന് ശ്രീമതി പത്മാവതി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മാസ്റ്റർ രുദ്രപ്രയാഗിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായി ദേശവിളക്കുമായി അകമഴി സഹകരിക്കുന്ന തലോടിൽ കുടുംബം തലോടിൽ ശ്രീ മാധവൻ നായരുടെ സ്മരണാർത്ഥം ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ ശിവശങ്കരൻ ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. മാസ്റ്റർ രുദ്രപ്രയാഗിന്റെ അച്ഛനും അമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഭക്തി ആദരാപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചോറ്റാനിക്കര സ്വദേശിയായ കുടുംബം, ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ കുടുംബം ശ്രീ സുരേന്ദ്രൻ ആൻഡ് ബെറ്റ്സി സുരേന്ദ്രൻ. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചതിന്. പ്രത്യേകിച്ച് മറുനാടൻ എക്സ്ക്ലൂസീവിലെ പിയൂർ സാറിനും ടീമിനുമാണ്. അവരാണ് എൻ്റെ മോനെ പുറം ലോകത്തേക്ക് കൊണ്ടു തന്നത്. ഒരുപാട് നന്ദി ഞങ്ങളെ ഇന്നിങ്ങോട്ട് ക്ഷണിച്ചതിന്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചവരുടെ ഒന്നും പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. വന്ന എല്ലാവർക്കും, ശിവശങ്കരൻ ചേട്ടൻ, എല്ലാവർക്കും 1000 നന്ദി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി. അല്ലാണ്ട് ഒന്നും വേറെ ഒന്നും പറയാനല്ല. ഒരുപാട് സന്തോഷമുണ്ട്.
എല്ലാവരോടും 6 വർഷമായിട്ട് നമ്മൾ നടന്ന 6ാമത്തെ ദേശവിളക്കാണിത്. ഞങ്ങളുടെ ഓരോ ദേശവിളക്കിനും ഓരോ പ്രത്യേകതകൾ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഒരു വർഷം ഞങ്ങൾ സീനിയർ സിറ്റിസൺസും എക്സ് സർവീസ്മെൻസിനെയും ആണ് ആദരിച്ചത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചേരുന്നവർക്ക് ഒരു പുരസ്കാരം നൽകാറുണ്ട്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം നൽകാറുണ്ട്. ഈ വർഷം ഈ കൊച്ചുമിടുക്കനെ പറ്റി കേട്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് ആദരിക്കണമെന്ന് തോന്നി. ഇതിനു മുമ്പും ഇതിനെപ്പറ്റി കിട്ടിയിരുന്നു. പക്ഷേ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വേദിയിൽ കൊടുക്കുന്നതിലാണ് അംഗീകാരം കിട്ടുന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ആ കൊച്ചുമിടുക്കനെ വിളിച്ച് ഞങ്ങൾ ആദരിച്ചത്. നമ്മുടെ ഇവിടെയും ഒരുപാട് മിടുക്കന്മാരെയും ആദരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മളെന്നും കുട്ടികളുടെ ഓരോ ഗ്രോത്തിലും നമ്മൾ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ സംഘടന, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം, ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. ശിവശങ്കരൻ ചേട്ടനാണ് ഈ കാര്യം മറുനാടിനെ അറിയിച്ചത്. ചേട്ടന് ഈ വാർത്ത കണ്ടിട്ടാണോ ഇത് അറിയിച്ചത്? വാർത്ത കണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രസിഡൻ്റ് അടുത്തും പറഞ്ഞു. അദ്ദേഹം സെക്രട്ടറി കൺവീനറാണ്. അദ്ദേഹത്തിനും ഞാൻ വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുത്തു. ചാനലിൽ വന്നേക്കണ സംഭവം കാണിച്ചു കൊടുത്തപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പലരുമായിട്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. എക്സ് സർവീസുകാർ വന്നിട്ടുണ്ട്, സീനിയർ സിറ്റിസൺ വന്നിട്ടുണ്ട്, പിന്നെ അവിടുത്തെ റെസിഡൻ്റ് അസോസിയേഷൻകാർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ എല്ലാവരും കൂടി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രുദ്രപ്രയാഗും മാതാപിതാക്കളും സഹോദരനും ഒക്കെ നമ്മുടെ ഒപ്പം ശരിയാണ്. എന്താ മോനെ, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കണ്ട് ആദരിക്കുന്നു, എന്താ പറയാനുള്ളത്? സന്തോഷമാണ്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മോനെ എല്ലാവരും അറിഞ്ഞു. നമ്മളോട് ഒത്തിരി പേര് മോനെ ഇനിയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒത്തിരി പേര് സപ്പോർട്ട് നിന്ന് ഒത്തിരി പേര് മോനെ കാണാൻ വന്നു. നമുക്കതല്ലേ സന്തോഷം. അവനെ ആ ലോകം അംഗീകരിച്ചു. അതാണ് നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാനഡയിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല മനുഷ്യൻ 1 ലക്ഷം രൂപ നൽകി. ആരും അറിയാതെ പോയ ആ കുരുന്നിനെ അങ്ങനെ മറുനാടൻ പ്രേക്ഷകർ ചേർത്ത് പിടിച്ചു. ഇതിനിടയിൽ പലരും വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു. അടുത്ത ആഴ്ച പ്രദേശത്തെ എക്സ് സർവീസുകാരുടെ അസോസിയേഷൻ ആദരിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ TV.